രുചിക്കൂട്ട്. നമ്മളെപ്പോഴും മത്സ്യം വറുത്തെടുത്ത് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. മത്സ്യം വറുക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി, കുരുമുളക്, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തൊരു മിശ്രിതം ഉണ്ടാക്കി അതിലേക്ക് മുക്കി പൊരിക്കുകയാണ് സാധാരണ ചെയ്യാറ്. എന്നാൽ നമുക്കിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം നല്ല ഇനത്തിലുള്ള മത്സ്യം കട്ടി കുറഞ്ഞ് മുറിച്ചെടുത്തതാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ദശക്കട്ടിയുള്ള ഏതെങ്കിലും ഒരു മത്സ്യം, അത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ബ്രെഡാണ്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലെ അതിലേക്കിട്ടൊന്ന് ടേൺ ചെയ്താൽ മതി. ആ കൂട്ടത്തിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ആ ഒരു മല്ലിയിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം മല്ലിയിലയിൽ തീരെ വെള്ളമില്ലാതെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ട് വേണം അങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി വയ്ക്കാം. ഇനി നമ്മളൊരു 2 മുട്ടയുടെ വെള്ള, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ എളുപ്പമാണ്. ഇതിനി വറുത്താൽ മതി. വറുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ അതിലേക്ക് ഈ മത്സ്യം ഒന്ന് പുരട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ എഗ് വൈറ്റ് പെപ്പറും ഉപ്പും ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് മുക്കാം. അവസാനമായിട്ട് ബ്രെഡ് ക്രംസിലേക്കും. എന്നിട്ട് നമുക്ക് നല്ല എണ്ണയിൽ മൂപ്പിച്ച് പൊരിച്ച് എടുക്കാം. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ. വേറെ ഒരു കൂട്ടും കൂടി പറഞ്ഞു തരാം. നെയ്മീനോ അതുപോലെയുള്ള സ്ലൈസ് ആക്കാൻ പറ്റുന്ന മീൻ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു മുട്ട എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് കോൺഫ്ലോറും, അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സോയ സോസ് 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് വെള്ളവും ആവശ്യത്തിനധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഒരു മിശ്രിതത്തിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കേണ്ടതാണ്. ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മുക്കി ഓരോന്നായിട്ടെടുത്ത് ഒന്ന് ബാറ്ററിലെടുത്ത് മുക്കിയതിന് ശേഷം നല്ല തിളച്ച എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇപ്പോൾ 2 തരത്തിലുള്ള ഒരു മിക്സാണ് ഞാൻ പറഞ്ഞു തന്നത്. 2 അല്ല, ശരിക്കും പറഞ്ഞാൽ 3 എണ്ണം. എന്തായാലും പല രുചിഭേദങ്ങളിലും നമുക്കിങ്ങനെ മത്സ്യമൊക്കെ പൊരിച്ചെടുക്കാവുന്നതാണ്. എന്നും ഒരേ തരത്തിലുണ്ടാക്കുമ്പോഴുള്ള ആ ഒരു മടുപ്പ് അത് മാറണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറി പരീക്ഷിച്ച് നോക്കുക. രുചിക്കൂട്ട്. നിർവഹണം ലീന.